അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. കൊറോണ ഇവിടെ പാത്രം കൊട്ടിയാൽ പോകുമെന്നല്ലല്ലോ ആരും പറഞ്ഞത്. പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൽ അവരെ ഒരു യുണൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആശയം പറഞ്ഞു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പ്രധാനമന്ത്രി അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയത് താങ്കൾ ഈ പറയുന്ന പോലെ അവയർനെസ്സിനായിട്ടായിരിക്കും. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? പാത്രം കൊട്ടിയവരൊക്കെ വിചാരിച്ചത് എന്താണ്? താങ്കൾ ഭക്തിപൂർവ്വം കാണുന്ന ഒരു നടൻ ഇതേ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രതികരണം ഇപ്പോഴും യൂട്യൂബിലുണ്ടല്ലോ. നമ്മളെയാണല്ലോ മച്ചമ്പി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പാത്രം കൊട്ടുമ്പോൾ ഉണ്ടാവുന്ന ഈ ശബ്ദ വീഴ്ചകളിൽ അന്തരീക്ഷത്തിലുള്ള രോഗാണുക്കൾ ചത്തുപോകുന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. പാത്രം കൊട്ടുമ്പോൾ ഉണ്ടാവുന്ന ഈ ശബ്ദ വീഴ്ചകളിൽ അന്തരീക്ഷത്തിലുള്ള രോഗാണുക്കൾ ചത്തുപോകുന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. സ്വന്തമായിട്ട് മനസ്സിൽ നിന്ന് ഈ ധാരണ ഉണ്ടായി എല്ലാവരും പ്രവർത്തിക്കണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് വരെ 9 മണി വരെ നിൽക്കുകയും 5 മണിക്ക് നമ്മളെല്ലാവരും കൂടെ ക്ലാപ്പ് ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ്. എന്താ ഉറക്കം വരുന്നു. ശബ്ദം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മന്ത്രം പോലെയാണ്. അതിൽ ഒരുപാട് ബാക്ടീരിയയും വൈറസും ഒക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നശിച്ചു പോകട്ടെ. ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. അമ്മേ, ഒരബദ്ധം ആർക്കും പറ്റും. പോകാം.